ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടൊന്ന് വന്നേക്കുന്നത് നമ്മുടെ മുഖത്തും നമ്മുടെ കണ്ണിന് ചുറ്റിനും കാണുന്ന കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ ഇല്ലേ, ആ ചുളിവുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റിയ ആവണക്കെണ്ണ ചേർത്തുള്ള അടിപൊളി ടിപ്സാണ് കേട്ടോ. ഇത് നമ്മൾ ഡെയിലി നമ്മൾ തേക്കുവാണെങ്കിൽ നല്ല വ്യത്യാസം അറിയാൻ പറ്റും. ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇത് മുഖത്തും മാത്രമല്ല, നമ്മുടെ കഴുത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ ഉണ്ടാവില്ലേ, കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും അടിപൊളി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്സ് കണ്ട് നോക്കിയാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ വേണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടിപ്സിലൊക്കെ കിടക്കാതെ വെരി സിമ്പിളാണ് കേട്ടോ. ഇത് നമ്മൾ ഡെയിലി നമ്മൾ തേക്കുവാണെങ്കിൽ നല്ല ചേഞ്ച് അറിയാൻ പറ്റുക. അതിനായിട്ട് വേണ്ടത് ആവണക്കെണ്ണ തന്നെയാണ്. ആവണക്കെണ്ണ നല്ല കമ്പനിയുടെ നോക്കി മേടിക്കാം കേട്ടോ. ഞാൻ സാധാരണ കമ്പനി നോക്കാറൊന്നുമില്ല. ചേട്ടായിയാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. ഏതെങ്കിലും ആവണക്കെണ്ണ മേടിച്ച് വരും. പക്ഷേ ഏറ്റവും നല്ലത് കോൾഡ് പ്രസ്ഡ് ആവണക്കെണ്ണ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അതൊന്നും കടകളിൽ മേടിക്കാൻ കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ പുരിയൊക്കെ നല്ലവണ്ണം കറക്കാനും കൺപീല് നല്ല കട്ടിയിൽ വളരാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. കോൾഡ് പ്രസ്ഡ് ആവണക്കെണ്ണ അല്ല, കോൾഡ് പ്രസ്ഡ് കാസ്റ്റർ ഓയിൽ. ആവണക്കെണ്ണ ഞാൻ മലയാളത്തിലാട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ടിപ്സിന് വേണ്ടത്, അതായത് നമ്മുടെ മുഖത്തും നമ്മുടെ കണ്ണിന് ചുറ്റിനുള്ള ചുളിവുകളും നമ്മുടെ കൈകളിലും കാണുന്ന ചുളിവുകളും, അത് മാത്രമല്ല കൈമുട്ടിൽ കാണുന്ന കറുപ്പില്ലേ, ആ കറുപ്പ് കുറയാനും ചുളിവുകളൊക്കെ നല്ലവണ്ണം മാറാനൊക്കെ ഈ ഒരു ടിപ്സ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത്, നമ്മൾ 1 ടീസ്പൂൺ ആവണക്കെണ്ണ എടുക്കുക. അതിലോട്ട് ബദാം ഓയിലും 1 ടീസ്പൂൺ എടുക്കാം കേട്ടോ. അതായത് ഈ ആവണക്കെണ്ണയും ബദാം ഓയിലും തുല്യ അളവിലെടുക്കണം. ഇപ്പോൾ 1 സ്പൂൺ ആവണക്കെണ്ണ ആണെങ്കിലും 1 സ്പൂൺ ആൽമണ്ട് ഓയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ തുല്യ അളവിലെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിന് ചുറ്റിനും, കണ്ണിന് ചുറ്റിനല്ല, കണ്ണിന് താഴെ കാണുന്ന ഈ ഭാഗം ഇവിടെ അങ്ങ് നമ്മുടെ മോതിര വിരലില്ലേ, ഇതാണ് മോതിര വിരൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. പതുക്കെ ഒന്ന് മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പം നമ്മുടെ ഈ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മുഖത്തും തേക്കാവുന്നതാണ്. ഒരുപാട് അങ്ങ് തേക്കേണ്ട, കുറച്ച് എടുത്തിട്ട് മുഖത്തങ്ങ് തേച്ച് കൊടുത്ത് നല്ലവണ്ണം മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. രാവിലെ എണീക്കുക, മുഖം നല്ല വൃത്തിയിൽ കഴുകുക. ഇങ്ങനെ ദിവസം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല വ്യത്യാസം അറിയാൻ പറ്റും. മുഖത്ത് ഒരു ചുളിവ് പോലും ഉണ്ടാവില്ല. അതുമാത്രമല്ല, നമ്മുടെ കൈമുട്ടിൽ കാണുന്ന കറുപ്പില്ലേ, കൈമുട്ടിൽ ഇങ്ങനെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക, കറുപ്പ് തോന്നിക്കല്ലേ. അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മുടെ കൈമുട്ടിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ഒന്നാമത്തെ ടിപ്പാണ് കേട്ടോ. ചുളിവുകൾക്ക് നല്ലവണ്ണം കുറയാൻ അടിപൊളി സാധനമാണ്. ഇനി രണ്ടാമത്തെ ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. രണ്ടാമത്തെ ടിപ്സ്, നമ്മൾ ആവശ്യത്തിനുള്ള ആവണക്കെണ്ണ എടുക്കുക. ആവണക്കെണ്ണയുടെ കൂടെ തിളപ്പിക്കാത്ത പാലും കൂടെ എടുക്കട്ടെ. രണ്ടും കൂടെ തുല്യ അളവിലെടുക്കണേ. ഇപ്പോൾ 1 ടീസ്പൂൺ ആവണക്കെണ്ണ ആണെങ്കിൽ 1 ടീസ്പൂൺ പാലെടുക്കുക. ഇത് രണ്ടും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് രാത്രി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഒരു 20 മിനിറ്റൊക്കെ മുഖത്തൊക്കെ വെച്ചതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് മുഖത്തും തേക്കാവുന്നതാണ് കേട്ടോ. മുഖത്ത് കുറച്ചെടുത്ത് നല്ലവണ്ണം തേച്ച് കൊടുത്ത് മസാജൊക്കെ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിയുമ്പം കഴുകിക്കളയുവാണെങ്കിൽ നല്ല മാറ്റമുണ്ടാവും. മുഖം നല്ല ബ്രൈറ്റ് ആകും. ചുളിവുകൾ നല്ലവണ്ണം കുറയാനൊക്കെ അടിപൊളി ടിപ്പാണ് കേട്ടോ. ഈ ആവണക്കെണ്ണയും പാലും ചേർത്തുള്ള ഈ ഒരു പാക്ക് കേട്ടോ, സൂപ്പറാണ്. പിന്നെ നമുക്ക് അടിപൊളി ഒരു നല്ല സൂപ്പർ ഒരു ഫേസ് പാക്കും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു തരാവേ. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനമാണ് ആവണക്കെണ്ണ വേണം. 1 സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആവണക്കെണ്ണ എടുക്കുക. അതേ അളവിൽ തന്നെ അലോവേറ ജെല്ല്, നമ്മുടെ കറ്റാർവാഴയുടെ നീരെടുക്കുക കേട്ടോ. ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ല്, ഇപ്പം അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതെല്ലാവർക്കും മുഖത്ത് അങ്ങനെ പിടിക്കണമെന്നില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേറ ജെല്ലായാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അലോവേറ ജെല്ലും ഈ ഒരു ആവണക്കെണ്ണയും തുല്യ അളവിൽ തന്നെ എടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. തേന് ഒരു 1/2 ടീസ്പൂൺ തേൻ മതിയാവും കേട്ടോ. അതായത്
ആവണക്കെണ്ണയും ആവണക്കെണ്ണയും ഈ അലോവേറ ജെല്ലും ഒരു സ്പൂൺ എടുക്കുക, 1/2 സ്പൂണ് തേനും കൂടെ എടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് മുഖത്ത് നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ. മുഖത്തും കഴുത്തിലും കൈകളിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. തേച്ച് കൊടുക്കാൻ മാത്രം പോരാ, നല്ലവണ്ണം മസാജ് ചെയ്യണം. മസാജ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക. അതിനുശേഷം കഴുകി കളഞ്ഞ് നോക്കൂട്ടോ. നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ഈ ഒരു മുഖത്തും കഴുത്തിലും കാണുന്ന ചുളിവുകളൊക്കെ ഒറ്റ ടിപ്സിലൂടെ എന്തായാലും തന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരാഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ പിടിക്കും കേട്ടോ. പക്ഷേ മുഖത്തൊരു കരിവാളിപ്പൊക്കെ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിലോ, അത് നമുക്കൊരു കടലമാവോ അരിപ്പൊടിയോ ഉപയോഗിച്ചൊക്കെ നമുക്ക് അതിന് പെട്ടെന്ന് അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ചുളിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഒരു പതുക്കെ അതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ധാരാളം വെള്ളം കൂടെ കുടിക്കാൻ മറന്നു പോകരുത്. നമ്മൾ പിന്നെ നല്ല വിറ്റാമിൻസ് ഉള്ള സാധനങ്ങളൊക്കെ കഴിക്കണം കേട്ടോ. ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പംകിൻ സീഡ്, അങ്ങനെ കുറേ സീഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ വരാതൊക്കെ നിന്നോളും. അതൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ അതും കൂടെ കഴിക്കണം. ചുമ്മാ നമ്മൾ പോയി ഇതൊക്കെ ആവണക്കെണ്ണ, വെളിച്ചെണ്ണ എല്ലാം തേച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അകത്തും നല്ല സാധനങ്ങളൊക്കെ കഴിക്കുവാണെങ്കിലും നമ്മുടെ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് തേച്ചിട്ടും കുഴപ്പമില്ല. പക്ഷേ ഈ ആവണക്കെണ്ണയും പാലും ചേർത്തുള്ള ഒരു പാക്കില്ലേ, അത് സൂപ്പറാണ്. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ് കേട്ടോ. ഏറ്റവും നല്ലത് ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും നല്ലത്. ഓയിൽ സ്കിന്നുകാർക്ക് കുഴപ്പമില്ല, പക്ഷേ നല്ലവണ്ണം കഴുകി കളയാൻ ശ്രമിക്കണം കേട്ടോ. കാരണം അവിടെ ഓയിലൊന്നും വരാൻ പാടില്ല. 20 മിനിറ്റൊക്കെ വയ്ക്കുക, മസാജ് ചെയ്യുക, എന്നിട്ട് കഴുകി കളയാനും മറന്നു പോവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.